മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ മലപ്പുറം താനൂർ സ്വദേശികളായ 2 വിദ്യാർത്ഥിനികളുടെ മൊഴി CWC രേഖപ്പെടുത്തി. കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. കൗൺസിലിംഗിന് ശേഷം കുട്ടികളെ വീട്ടുകാർക്കൊപ്പം വിടും. വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം നൽകും. സമീർ, ഗുഡ് ഈവനിങ്. വലിയ ആശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെ നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുക? ഇനിയിപ്പോൾ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികളെ വിടുക. ശ്രീനിത, നിലവിൽ CWC കുട്ടികളുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസും ഇത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ കുട്ടികളെ കോടതിയിൽ അഥവാ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കും. ഈ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടികൾക്ക് നൽകുക. അതിനുശേഷം കുട്ടികളെ മാതാപിതാക്കളോടൊപ്പം വിട്ടയക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടെയാണ് ഈ കുട്ടികൾ ട്രെയിൻ മാർഗം പോലീസ് സംഘം കുട്ടികളെ തിരൂരിൽ എത്തിച്ചത്. പിന്നീട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടികളെ മാറ്റുകയായിരുന്നു. ഏതായാലും ഈ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത ഈ റഹീം എന്ന് പറയുന്ന യുവാവിനെ ഇന്ന് രാവിലെ 5 മണിക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ ഇപ്പോഴും താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. നിലവിൽ കുട്ടികൾക്കൊപ്പം പോയി എന്നുള്ള കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കുട്ടികളുടെ മൊഴി കൂടി പരിശോധിച്ച ശേഷം കാര്യമായി കുട്ടികൾ ഈ യുവാവിനെതിരെ കാര്യമായിട്ട് എന്തെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ യുവാവിനെതിരെ ചുമത്തുന്ന കാര്യം പോലീസും പരിശോധിച്ചു വരികയാണ്. ഏതായാലും കുട്ടികളുടെ മൊഴി പോലീസും നിലവിൽ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ പോലീസും സ്വീകരിക്കുക. ശ്രീനിത, ശരി. മുംബൈയിൽ കണ്ടെത്തിയ താനൂരിലെ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും എടുത്തിട്ടുണ്ട്. ഇനി കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കി രക്ഷിതാക്കൾക്ക് വിട്ടുകൊടുക്കും. കാരണം അവര് രക്ഷിതാക്കളോടൊപ്പം പോകാൻ തയ്യാറാണോ? കുറെ കാര്യങ്ങളൊക്കെ തയ്യാറല്ല എന്നല്ല, തയ്യാറാണോ? അതായത് പൂർണ്ണമായും തയ്യാറാണോ? അവർ ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഇവരെ രണ്ടുപേരെയും കൂടി ഇരുത്തിയും സെപ്പറേറ്റ് ചോദിച്ചും എന്താണ് ആ പ്രശ്നം, അതൊക്കെ പൂർണ്ണമായും പരിഹരിച്ചത് ശേഷം മാത്രമേ ആ കുഞ്ഞുങ്ങളെ അവിടെ വീട്ടിലേക്ക് വിടുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 2 കൂട്ടരുടെ ഭാഗത്തു നിന്നും ആ വിഷമവും അതിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു നടപടിക്രമം മാത്രമാണ്.